10 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ് സൽഹയുടെ സിലു ടോക്സ് വ്ളോഗ്. യൂട്യൂബ് ചാനലിൽ നിന്നും കൊണ്ട് പാചകം, ഫാമിലി വ്ളോഗ്, മോട്ടിവേഷൻ എന്നിവയാണ് സൽഹയുടെ പ്രധാന കണ്ടന്റ്. ഭർത്താവിനും മക്കൾക്കും ഒപ്പമുള്ള സൽഹയുടെ വീഡിയോകൾക്ക് ആരാധകർ ഏറെയായിരുന്നു. 5 മക്കളാണ് സൽഹയ്ക്കുള്ളത്. എന്നാൽ സൽഹയെയും ഭർത്താവും അടുത്തിടെ വേർപിരിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ദാമ്പത്യത്തിൽ സംഭവിച്ച സങ്കടകരമായ കാര്യങ്ങളും സൽഹ വെളിപ്പെടുത്തിയത്. 17-ാം വയസ്സിലായിരുന്നു സൽഹയുടെ വിവാഹം. 20 വർഷത്തോളം നീണ്ട ദാമ്പത്യമായിരുന്നു സൽഹയുടേത്. സൽഹയുടെ വെളിപ്പെടുത്തൽ വൈറലായതോടെ നിരവധി യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോകളുമായി വന്നിരുന്നു. അതിനെതിരെ സൽഹയും പിന്നീട് വീഡിയോയുമായി പ്രതികരിച്ചിരുന്നു. പലരും തങ്ങളെ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നാണ് സൽഹ ആരോപിച്ചത്. സിലു ടോക്സ് ഡിവോഴ്സ് കേസ്, സിലു ടോക്സ് ഫാമിലി ഇഷ്യൂ എന്നിവയാണ് പലരുടെയും ഹാഷ്ടാഗ്. ഇപ്പോൾ മക്കളുടെ സേഫ്റ്റി ആലോചിച്ചാണ് ഞാനും ഭർത്താവും വേർപിരിഞ്ഞ കാര്യം തുറന്നു പറയാൻ മടിച്ചത്. ഞാനും മക്കളും മാത്രമായി താമസിക്കുമ്പോൾ കുറുവാ സംഘം പോലുള്ളവരെ എല്ലാം ഉള്ള കാലഘട്ടമല്ലേ. ആരെങ്കിലും അപായപ്പെടുത്തിയാലോ? ഇനിയിപ്പോൾ എന്നെയും മക്കളെയും ആരെങ്കിലും തലക്കടിച്ചു കൊന്നുകഴിഞ്ഞാൽ വ്യൂവേഴ്സും കാരണക്കാരായിരിക്കും. അതുപോലെ മക്കളുടെ വാപ്പയെ കുറ്റം പറയാൻ ആർക്കും അവകാശമില്ല. അതിന് അവകാശം എനിക്ക് മാത്രമാണുള്ളത്. ഞാനാണ് അദ്ദേഹത്തിനൊപ്പം ജീവിച്ചിട്ടുള്ളത് എന്നുമാണ് സൽഹ പറയുന്നത്. ഇപ്പോഴിതാ സൽഹയ്ക്ക് കൃത്യമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ. വീഡിയോസ് ഇടണം, പണം ഉണ്ടാക്കണം എന്നാണ് പ്രേക്ഷകർ, ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന നിലപാട് സൽഹയ്ക്ക് എന്ന് പറയുകയാണ് അദ്ദേഹം. സൽഹയുടെ വീഡിയോ കണ്ടാൽ കുറ്റക്കാർ വ്യൂവേഴ്സിനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ആണെന്ന് തോന്നും. തൻ്റെ വിവാഹമോചനം കോണ്ടന്റ് ആക്കരുത് എന്ന് പറയുന്ന സൽഹ ഇപ്പോൾ ചെയ്യുന്നത് അതേ വിഷയം കോണ്ടന്റാക്കി വീഡിയോ ചെയ്യുക എന്നാണ്. കുറ്റം പറയാൻ വേണ്ടി മാത്രം സൽഹ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ ചാനൽ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് കാഴ്ചക്കാരിൽ ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി സൽഹ തന്നെയാണ്. ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം സൽഹയുടെ നാവിലൂടെ തന്നെ പുറത്തു വന്നവയൊക്കെയാണ്. അല്ലാതെ വ്യൂവേഴ്സ് ഗണിച്ചതോ കബഡി നിരത്തി കണ്ടുപിടിച്ചതോ അതുപോലെ അല്ല. അതുപോലെ സൽഹയ്ക്കോ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ വീഡിയോ കാണുന്നവരും കൂടി ഉത്തരവാദികൾ ആകുമെന്ന് പറഞ്ഞു വെക്കുന്നത് ഒറ്റയ്ക്ക് മക്കളുമായി താമസിക്കുന്ന ആദ്യത്തെ വനിതയൊന്നും അല്ലല്ലോ സൽഹ. പിന്നെ ആക്രമിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും സൽഹയുടെ വ്ളോഗുകൾ പരിശോധിച്ചാൽ ലഭിക്കും. വീടിൻ്റെ ഘടന വരെ. അല്ലാതെ എല്ലാം സബ്സ്ക്രൈബേഴ്സിൻ്റെ തലയിൽ ഇടേണ്ട കാര്യമുണ്ടോ? വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കരുത്, പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആരും പിന്നെ ഒന്നും ചോദിക്കാൻ വരുമായിരുന്നില്ല. ഭർത്താവിൻ്റെ കുറ്റങ്ങൾ സൽഹ തന്നെയാണ് പലപ്പോഴായി വീഡിയോകളിലൂടെ പറഞ്ഞത്. അതിൻ്റെ ചുവട് പിടിച്ച് മാത്രമാണ് കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഉയർന്നതും. വീഡിയോസ് ഇടണം, പണം ഉണ്ടാക്കണം, എന്നാൽ പ്രേക്ഷകർ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന നിലപാടാണ് സൽഹയ്ക്ക് ഇപ്പോൾ ഉള്ളത്. കമൻസും ഓഫാക്കി വെക്കില്ല. വീഡിയോസിൻ്റെ എൻഗേജ്മെൻറ്റ് കുറഞ്ഞാലോ? സൽഹയുടെ പ്രധാന വരുമാന മാർഗം തന്നെ യൂട്യൂബാണ്. ഓഡിയൻസ് വഴി പണമുണ്ടാക്കിയിട്ട് അവരെ തന്നെ കുറ്റം പറയുന്നു. എന്നിട്ട് ഗതികെട്ട പൈസ എന്ന് അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യും. സമാധാനം ആഗ്രഹിക്കുന്നവർ യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കാൻ നിൽക്കരുതെന്നും സൽഹയ്ക്കുള്ള മറുപടി എന്നോളം ഈ യൂട്യൂബർ പറയുന്നു.